Hi, ഞാൻ Iman Manu, and this is the journey where I go all the way from Delhi to Devathinte Swarnam, Kerala. Yes, how many kilometers? Let's find out. Okay. And with great kilometers comes our well-trusted car. പക്ഷേ ഇതാണ് നമ്മുടെ കാർ നേരെ ഷോറൂമിൽ നിന്ന് കൊണ്ടുവന്നത്. കിലോമീറ്റർ കണക്കിന് സോ ഗൈസ് ഇതാണ് ഹാരിയർ EV. സോ ഗൈസ് ഈ കാറും കൊണ്ടാണ് നമ്മൾ നേരെ കേരളത്തിലോട്ട് ഇറങ്ങുന്നത്. അപ്പം ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സർവീസ് പോലും കഴിഞ്ഞിട്ടില്ല ഈ കാറിൻ്റെ. അപ്പം ഈ കാർ നമ്മൾ എന്തോരം ഓടിക്കാൻ പറ്റും എന്ന് നമുക്ക് അറിയാം. കേരളത്തിലെത്തുമോ? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. സോ ഗൈസ് ഡൽഹിയിൽ നിന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ വരുന്നത് നാഗ്പൂറാണ്. അതായത് ഏകദേശം 1000 കിലോമീറ്റേഴ്സ് ഉണ്ട് നാഗ്പൂർ വരെ എത്താനായിട്ട്. അപ്പോൾ ആ ഒരു സ്ട്രെച്ചാണ് നമ്മുടെ ജേർണിത്തെ ഏറ്റവും ലോങ് സ്ട്രെച്ചായിട്ട് വരുന്നത്. നമ്മളത് കവർ ചെയ്യും. നമ്മളിപ്പോൾ UP കഴിഞ്ഞ് രാജസ്ഥാൻ കഴിഞ്ഞ് വീണ്ടും UP ബോർഡിൽ ടച്ച് ചെയ്തിട്ടാണ് നമുക്ക് നാഗ്പൂരിലേക്ക് പോകാനുള്ളത്. ഇപ്പം നമ്മൾ രാജസ്ഥാനിലേക്ക് എത്തിയിരിക്കുന്നു. രാജസ്ഥാനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ കാണുന്നത് ഈ പൊടിക്കാറ്റാണ്. നമ്മളെ വണ്ടിയിൽ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തേക്ക് പൊടി വന്നടിക്കുന്ന അവസ്ഥയാണ്. കാറ് ഫുൾ ഡസ്റ്റിൽ കവേർഡായി. You come and lose it, and I'm losing. You come and lose it, and now I feel alive. നമ്മൾ നാഗ്പൂർ ലക്ഷ്യമിട്ടാണ് പോകുന്നതെങ്കിലും അവിടെ എത്താനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. അതിന് ഏറ്റവും വലിയ കാരണം നമ്മുടെ വണ്ടി EV ചാർജിങ് വെഹിക്കിൾ ആയതുകൊണ്ടാണ്. നമ്മൾ പ്ലാൻ ചെയ്ത 1000+ കിലോമീറ്റേഴ്സ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ ചാർജ് ഒരു സ്ഥലമെത്തിയപ്പോൾ ഏകദേശം തീരാറായതുകൊണ്ട് നമ്മൾ നരസിംഹപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് റൂം എടുത്ത് തൽക്കാലം സ്റ്റേ ചെയ്യുകയാണ്. അങ്ങനെ നരസിംഹപുരിയിൽ നിന്ന് അതിരാവിലെ തന്നെ ഇറങ്ങി നമ്മൾ ഹൈദരാബാദിലേക്കുള്ള ജേർണി ആരംഭിച്ചു. ഇപ്പം നമ്മുടെ ലെഫ്റ്റിലും റൈറ്റ് സൈഡിലും കാണുന്ന ഗ്രീൻ ബൗണ്ടറീസ് ഒരു പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റിന്റെ ബൗണ്ടറീസ് ആണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 600 കിലോമീറ്റർ ജേർണിന് ശേഷം നമ്മൾ ഹൈദരാബാദ് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹൈദരാബാദിൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ പേര് ദ പ്ലാസ. ഇന്ന് നമ്മുടെ ജേർണിയിലെ 3ാമത്തെ ദിവസം. ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം ബാംഗ്ലൂരേക്ക് നമുക്ക് എത്തുക എന്നതാണ്. നിങ്ങളൊരു EV ആയിട്ടാണ് വന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ചാർജിങ് തന്നെ ആയിരിക്കും. അത് തന്നെയായിരുന്നു ഞങ്ങളുടെയും ടെൻഷൻ. പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത് മഹാരാഷ്ട്ര, മധ്യപ്രദേശ് ആ ഒരു സ്ട്രെച്ചാണ്. ഞങ്ങളുടെ വണ്ടിക്ക് 500 to 600 റേഞ്ച് കിട്ടും ഫുൾ ചാർജിന്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഫുൾ കോൺഫിഡൻസോടെ ഇവിടം വരെ എത്താൻ പറ്റിയത്. നിങ്ങളൊരു ഇലക്ട്രിക് വെഹിക്കിൾ കൊണ്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. ബാംഗ്ലൂരെത്തി കന്നഡ ബോർഡുകൾ വായിച്ച പിന്നെ കേരളത്തോടടുത്തു എന്നുള്ളൊരു സന്തോഷമുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഇത്തിരി കാപ്പി കുടിക്കാന്ന് പറഞ്ഞ് ഇവിടെ നിർത്തിയതാ. നല്ല ഉഗ്രൻ കൂർഗ് കോഫി.
നിങ്ങളിപ്പോൾ ഈ കാണുന്ന പമ്പില്ലായിരുന്നു ഞങ്ങളുടെ യാത്ര വഴിയിൽ വെച്ച് തന്നെ മുടങ്ങേണ്ടതായിരുന്നു. EV വെഹിക്കിളിന്റെ മറ്റൊരു സവിശേഷതയാണ് ഓരോ കയറ്റത്തിലും അതിന്റെ ചാർജ് വളരെ വേഗം ഇറങ്ങിപ്പോകുന്നു. ഓരോ കയറ്റത്തിനും ഒരു ഇറക്കമുണ്ടെന്നാണല്ലോ, പക്ഷേ ഞങ്ങൾക്ക് ഒരു ഇറക്കം കിട്ടിയില്ല. ഒരു ഇറക്കം ഇൻകേസ് ഉണ്ടാർന്ന് വെച്ചെങ്കിൽ തന്നെ റീജനറേഷൻ വഴി കറണ്ട് തിരിച്ചു കയറേണ്ടതായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഞങ്ങൾ ഒരിത്തിരി സെക്കൻഡും കൂടി വൈകിച്ചെങ്കിൽ ഞങ്ങൾ ആ ഫ്രണ്ടിൽ പോണ ബസ്സിന്റെ പോലെ ടൗ ചെയ്തു. ആക്ച്വലി എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ ബാംഗ്ലൂർ ട്രാഫിക്കിൽ കയറേണ്ടി വന്നിട്ടേയില്ല. ഗൂഗിൾ ചേച്ചി ഞങ്ങൾ ഒരു എയർപോർട്ട് റൂട്ടിലൂടെ കൊണ്ടുപോയി. എയർപോർട്ട് റോഡിന്റെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങൾ ആദ്യം പേടിച്ചു പോയി, എന്ത് സാധനമാണ് മുകളിൽ കിടക്കുന്നത്. പിന്നെ മനസ്സിലായത് അത് സാധാ നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റ് ആണ്, പക്ഷെ അത് ക്രിയേറ്റീവായിട്ട് നടുക്കൂടി ഉണ്ടാക്കി വെച്ചേക്കണം, മീഡിയന്റെ ഉള്ളിൽ കൂടി. അങ്ങനെ ബാംഗ്ലൂരിൽ നല്ലൊരു റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് നീങ്ങുകയാണ് ഗൈസ്. Don't need to tell me what the future holds. Oh, I'll be fine 'cause we'll be laying in the sun. So you can let your head down. I'll hide all of your worries away, and we don't have to go now. I wish I could live this life on replay. Don't need to make plans, it's all in your hands. I'm too busy, I'm spending all my time with you. Driving through the states, don't know what to waste. It don't matter, I'm spending all my time with you. വിശപ്പിന് വിളി സഹിക്കാനാവാതെ ഞങ്ങൾ നേരെ മുരുകൻ ഇഡ്ഡലീസിൽ കയറി സ്പെഷ്യൽ മുരുകൻ ഇഡ്ഡലീസും ജിഗർ തണ്ടയും കഴിച്ചു. I've seen your smile light up the darkest rooms. I'll put your love on top 'cause I know you will too. You get more beautiful like flowers bloom. I've never felt this yet, it feels like deja vu. So you can let your head down. I'll hide all of your worries away, and we don't have to go now. I wish I could live this life on replay. So you can let your head down. I'll hide all of your worries away, and we don't have to go now. I wish I could live this life on replay. Don't need to make plans, it's all in your hands. I'm too busy, I'm spending. ഒടുവിൽ നമ്മുടെ നീണ്ട ഒരു ജേണിക്ക് ശേഷം നമ്മൾ നമ്മുടെ കേരളത്തിന്റെ ബോർഡർ കടക്കാൻ പോവുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ വാളയാർ ചെക്ക് പോസ്റ്റ്. ഇത് കടക്കുന്നത് വഴി നമ്മൾ നേരെ നമ്മുടെ കേരളത്തിലോട്ട് എത്തി. യെസ് ഗൈസ്, യെസ്, നമ്മൾ കടന്നു കഴിഞ്ഞു. Yes, that was a small jump scare. അപ്പൊ ഇതോടെ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. അപ്പൊ ഇനി ഇല്ലേ നമ്മുടെ സീരീസ്. ഇത് വെറും ഒരു സാമ്പിൾ ആണ്. അതും EV വെഹിക്കിൾ, പുത്തൻ വെഹിക്കിൾ കൊണ്ട് നമ്മൾ ഇറങ്ങി. ഇനിയാണ് നമ്മുടെ റിയൽ റൈഡ് തുടങ്ങാൻ പോകുന്നത്. ഇനി കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഒരു പുതിയ വാഗണാർ കൊണ്ട് ഞാൻ ഇതേ സെയിം യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി.